യോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് ട്രിവാൻഡ്രത്തിൽ പോവാണ് കേട്ടോ ഗൈസ്. ട്രിവാൻഡ്രത്തിലാണ് നമ്മളിപ്പം പോകുന്നത്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാണ്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പം പോകുന്ന വഴിക്കാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അപ്പം നമ്മൾ പുളിമിഠായും ഗ്യാസ് മിഠായി പിന്നെ ജെൽ മിഠായും ഒക്കെ വാങ്ങിച്ച് ദോശ, സാമ്പാർ, ചട്നി, ഇഡ്ഡലി, ദോശ, ഇഡ്ഡലി, സാമ്പാർ, ചട്നി, ദോശ, ഇഡ്ഡലി, സാമ്പാർ, ചട്നി, ദോശ, ഇഡ്ഡലി, സാമ്പാർ, ചട്നി. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മൾ പൂരി മസാല ആണ് ഞാൻ വാങ്ങിച്ചത്. ഞാൻ പ്ലെയിൻ ദോശ അല്ലേ ഞാൻ വാങ്ങിച്ചത്. പ്ലെയിൻ ദോശയാണ്. എല്ലാരും പ്ലെയിൻ ദോശ, റിഹ മാത്രമാണ് പൂരി. പിന്നെ അച്ഛന് ഇഡ്ഡലിയാണ് കഴിച്ചത്. നമ്മൾ ഒരു വട്ടം പോയിട്ടുണ്ട് ഇതില്, പക്ഷെ നമ്മൾ പോയിട്ടില്ല ഈ വീഡിയോയില്. അല്ല, ഇതിന് മുന്നേ പോയിട്ടുണ്ടായിരുന്നു. ഓപ്പോസിറ്റുള്ള ആ ഒരു കടയിൽ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചത്. അപ്പൊ അവിടെ നിന്ന് പിന്നെ ഇറങ്ങിയിട്ടുണ്ട്. അത് കാണത്തില്ലല്ലോ ഭക്ഷണം കാണുമ്പോ. ഞാൻ ഇറങ്ങിയപ്പോഴാണ് കണ്ടല്ലോ അപ്പൊ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു വരുവാണ് കേട്ടോ. തിരിച്ചല്ല, തിരുവനന്തപുരത്തോട് തന്നെ പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പൊ ലുലുവൊക്കെ എത്താറായി അല്ലേ? ട്രിവാൻഡ്രം ലുലുവയിലൊക്കെ എത്തി. അപ്പൊ നമ്മള് കസിൻസിന്റെ ഒക്കെ പോയിട്ട് ഫുട്ബോൾ കളിച്ചു. ഞാൻ പറയാൻ ഇത്തിരി സമയം എന്താ, നമ്മള് ഫുട്ബോളാണ് ഇവിടെ കളിച്ച. പിന്നെ നമ്മള് കുറച്ചു നേരം ചെറുതായിട്ട് പുറത്തോട്ട് പോയി. അപ്പോൾ നമ്മൾ ഫുട്ബോൾ കളിച്ചോണ്ടിരുന്നപ്പോഴാണ് അമ്മയാണെങ്കിൽ പുറത്തോട്ട് ബീച്ചിൽ പോവാന്ന് പറഞ്ഞിട്ട് വിളിച്ചത്. അപ്പൊ നമ്മൾ കുറച്ചു നേരം 5 മിനിറ്റ്സ് കഴിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ട് നല്ല കളിയായിരുന്നു ഇവിടെ. പിന്നെ ഞാൻ വീണു, പക്ഷെ എവിടെ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് നമ്മൾ കളിച്ച് ലാസ്റ്റ് നമ്മൾ വീട്ടിലോട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് നമ്മള് ബീച്ചിലോട്ട് പോയി. അപ്പം നമ്മള് ഇപ്പൊ ഉള്ളത് വീനം ബീച്ചിലാണ് കേട്ടോ. അപ്പം നമ്മൾ അവിടെ ബീച്ച് കണ്ടു. പിന്നെ നമ്മള് അവിടെ ഒരു പാറക്കല്ലിന്റെ മൗണ്ടൻ അല്ല, ഒരു ഹില്ല്. അത് കുറച്ചു നേരം കളിക്കാൻ വേറെ സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്തു അല്ലെ. മനുഷ്യന്റെ എല്ലാണെന്നാ തോന്നുന്നു, വലിയ എല്ലായിരുന്നു. പിന്നെ നമ്മൾ അവിടെ ശവം കണ്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ശംഖുമുഖത്തിൽ പോണമെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞിട്ട് അവിടെ സൈക്കിൾ ഓട്ടിക്കാൻ ഇപ്പം 11 മണി വരെയാണ് അവിടെ ഉള്ളത്. അത്രയും ഫുള്ള് 3 മണിക്കൂർ അവിടെ കളിക്കായിരുന്നു. പക്ഷെ പോയില്ല ഗൈസ്. ശംഖുമുഖ ബീച്ചിലാണ് പോയത്. ശംഖുമുഖത്ത് സൈക്കിൾ ഇല്ലാന്നും പറഞ്ഞ് അവിടെ പോയില്ല. എന്നിട്ട് നമ്മൾ ഇവിടെ കുറച്ചു നേരം കളിച്ചു. അത് കഴിഞ്ഞിട്ട് എൻ്റെ അബ്ബയും പിന്നെ എൻ്റെ അബ്ബയുടെ ചേട്ടനും നിസ്കരിച്ചിട്ട് നമ്മൾ ശംഖുമുഖത്ത് ബീച്ചിലോട്ട് പോയി. പക്ഷെ സൈക്കിൾ ഓട്ടാൻ പറ്റിയില്ല. എന്താന്ന് വെച്ചാൽ അവിടെ സൈക്കിൾ ചീറ്റായി കൊടുക്കുമായിരുന്നു. അപ്പൊ ശരിക്കും ഇപ്പം കളിച്ച് കുറെ നേരമൊക്കെ ആയപ്പോ സന്ധ്യ ആയല്ലേ. പിന്നെ
നമ്മള് ശംഖുമുഖത്ത് പോയിട്ട് വീട്ടിലോട്ട് തിരിച്ചു വന്നു. എന്നിട്ട് നമ്മള് വീട്ടിലോട്ട് വന്നിട്ട് കഴിച്ചിട്ട് അപ്പം തന്നെ നമ്മള് പോയി ഐസ്ക്രീം കഴിച്ചിട്ട് നമ്മൾ നേരെ നമ്മളെ കൊല്ലത്തോട്ട് പോയി. നമ്മുടെ വീട്ടില് അവിടെ ഒരു ദിവസമേ നിന്നുള്ളൂ കേട്ടോ. അവിടെ ചുമ്മാ നമ്മള് കറങ്ങാനൊക്കെയാണ് സത്യത്തിൽ വന്നത്. പിന്നെ കറങ്ങി കഴിഞ്ഞിട്ട് നമ്മള് പോയി. അപ്പൊ നമ്മൾ ആടിനെ കണ്ടു. ആടിനെ ഫുഡ് കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. ഫുഡ് എന്ന് വെച്ചാ ഒരു ബിസ്ക്കറ്റ് ആയിരുന്നു. പിന്നെ റൈസ് ആണെങ്കിൽ റൈസ് ആണെങ്കിൽ അതിനെ തൊട്ടത് അത് ഇപ്പൊ അതിനെ ആകാശത്തോട്ട് പറന്നേനെ അവൻ അതിനെ കടിക്കാൻ വന്നു കേട്ടോ. അതിന്റെ കൊമ്പ് വെച്ച് അതുകൊണ്ട് നമ്മൾ ആടിന്റെ കൂടെ കുറച്ചു നേരം കളിക്കാന്ന് വെച്ചാൽ എന്തില്ല, അത് ഓട്ടിച്ച് വിടാം അതിന്. പക്ഷെ അവനൊന്നും ചെയ്യാത്തതാണെന്നാണ് തോന്നണേ. അതുകൊണ്ട് നമ്മള് കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ബോറടിച്ച് നിൽക്കുമായിരുന്നു. എന്നിട്ട് കുറെ നേരമായി കേട്ടോ അബ്ബയും അബ്ബയുടെ ചേട്ടനും കൂടി വരാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ അവിടെ കരങ്ങി നിൽക്കുമായിരുന്നു. പിന്നെ നമ്മള് റൈസാനാണെങ്കിൽ വെള്ളത്തിലോട്ട് ചാടുന്ന കണക്കായിരുന്നു. പിന്നെ റൈസാനാണെങ്കിൽ കുതിരയുടെ കണക്കായിരുന്നു ആ ഗോട്ടിന്റെ കൂടെ കളിച്ചോണ്ടിരുന്നത് കേട്ടോ. അവനാണെങ്കിൽ അതിന്റെ മേലിൽ കേറാൻ പോയി. അവൻ മാറിയതുകൊണ്ടാണ് ഇപ്പൊ വീണേന്. അങ്ങനെ നമ്മള് ടൈം സ്പെൻഡ്. ഇപ്പൊ 6 മണി ആയിട്ടോ. 7 മണിക്കാണ് അച്ഛന് വന്നത് കേട്ടോ, അബ്ബ വന്നത്. അതുകൊണ്ട് ഇന്നും ആയില്ല. അതുകൊണ്ട് നമ്മള് കൂടുതലായതുകൊണ്ട് പിന്നെ നമ്മൾ ശംഖുമുഖത്തിൽ നിന്ന് സ്വീറ്റ് കോൺ കഴിച്ചു. പിന്നെ അവിടെ സ്പിന്നർ കറക്കുന്ന സാധനം അത് വേണം പറഞ്ഞിട്ട് വാശിയായിരുന്നു. എല്ലാവരും കിട്ടിയില്ല. ഇപ്പൊ അതിനു വേണ്ടിട്ട് അടിയായിരുന്നു. അത് എനിക്ക് വേണം. പിന്നെ നമ്മള് വീട്ടിലോട്ട് വന്ന നേരത്താണ് കിഡിലൻ ലൈറ്റ്സ് ഒക്കെ കണ്ടത്. ഇത് ഏതൊരു റെസ്റ്റോറന്റിന്റെ ഭാഗത്തായിട്ടാണ് എന്താ ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അവരായിരിക്കും ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ.